നിങ്ങളുടെ ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുക്കിയ മുറിയായിരുന്നല്ലേ? ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആൽബം ഉണ്ട്, ഞാനിത് റിയ ഒന്ന് കാണിക്കാം. കാണാൻ വാ. റിയ, പിടിച്ചു. എന്താ റിയ? കുറച്ച് വെള്ളം, ചൂടുവെള്ളം കിട്ടുമോ? ഭയങ്കര തൊണ്ടവേന. തരാം. ഇതെന്താ അടച്ചില്ലേ? പൂട്ടിയില്ലായിരുന്നോ? ബെസ്റ്റ്. ഒരു സാധനം എടുത്തെടുത്ത് വെക്കാൻ അറിയില്ല. അതിനൊക്കെ പ്രഭയുടെ കൈ വരണം. ദേ, വെള്ളം കുടിച്ച ഗ്ലാസ് അവിടെ, ആൽബം അവിടെ. ഇതാര് കയറി പുതിയ ആൽബം? ഇതാരെ ഫോട്ടോ കയറിയേ? Yeah. Applied. 1 month ago. Yes, sir. Fashion designing postgraduate ആണ്. Yes, gold medalist. Thank you, sir. Thank you so much. ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ സ്കെച്ചസും ഡിസൈൻസും ഒക്കെ സാറിന് അയച്ചുതരാം. എനിക്ക് സാറിന്റെ മെയിൽ ID ഒന്ന് അയച്ചു തരുമോ? 1 second, sir. 1 second.
ആ ഓക്കെ സർ, പറഞ്ഞോളൂ. കാഞ്ചു, ആ ഓക്കെ സർ. ആരായിരിക്കും കേറിയത്? ആമി, ആമി, ദേ ബാലുവിന്റെ മുറി എന്താ ലോക്ക് ചെയ്യായിരുന്നത്? അത് തുറന്നു നടക്കുമായിരുന്നല്ലോ. അത് ലോക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പു എന്റെ കയ്യിൽ കീ കൊണ്ട് തന്നത്. കീ ദേ ഡോറി കിടക്കുമായിരുന്നു. പിന്നെ എങ്ങനെ അത് ലോക്ക് ചെയ്യുന്നത്? അത് ലോക്ക് ചെയ്ത് കാണത്തില്ല അമ്മി, മറന്നുപോയതായിരിക്കും. ശരിയാ മോളെ, ഓർമ്മ പെശക. ഇനിയിപ്പോ തുറന്നു കിടന്നാലും അതിന്ന് ആർക്കൊന്നും എടുത്തോണ്ട് പോകാനൊന്നുമില്ലല്ലോ. ഉണ്ട്, എടുത്തോണ്ട് പോയിട്ടുമുണ്ട്. എന്തോ എടുത്തോണ്ട് പോവാനാ? റിംഗ് എക്സ്ചേഞ്ചിന്റെ ആൽബം ഇല്ലേ, അതിന്നൊരു ഫോട്ടോ കാണുന്നില്ല. ഫോട്ടോയോ? എന്നാ റിയ എടുത്തോണ്ട് പോയതായിരിക്കും ഭർത്താവിനെ കാണിക്കാൻ. ആനെ കൊള്ളാം. അമ്മയുടെ വലിയ ഫാനല്ലേ, പ്രവാസികളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുപോയതായിരിക്കും. കറക്റ്റ്, 100% ശരിയായിരിക്കും. എന്റെ ദൈവമേ, എന്തോ ഒരു മണ്ടത്തരമായി പോയി. എന്റെ ദൈവമേ, 2-3 നല്ല ഫോട്ടോ ആ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു വിടായിരുന്നു. ആ കൊച്ചു എന്ത് മണ്ടത്തരമാണോ കാണിച്ചത്. കൊണ്ടുപോയി അറിയട്ടെ പ്രവാസികളെല്ലാം പ്രഭാസ് ചാനൽ എന്താണെന്ന്. ഈ താക്കോല എവിടെ വെക്കണം? ഇങ്ങന്നേക്ക്. ചെന്നാലും കഷ്ടമായി പോയി. ആമി, ആ എന്താ മോളെ? എന്താ മോളെന്നോ? ഇനി എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ട ആമിക്കുട്ടി. എനിക്ക് ജോലി കിട്ടി. ആണോ? ഈശ്വര, എവിടെ? രാവിലെ പറഞ്ഞെടുത്താണോ? യെസ്, ഇരിക്കെ. അലീഷ ഫാഷൻസിൽ. അലീഷ ഫാഷൻസിലോ? കൊള്ളാലോ. എന്റെ ബയോഡേറ്റ കണ്ടപ്പോ തന്നെ അവരെന്നെ അപ്പോയിന്റ് ചെയ്തു. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് 2 ഡിസൈൻസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, എന്റെ മോക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. അതനുസരിച്ചുള്ള ജോലി സോനാലിയേക്കാൾ നല്ലൊരു കമ്പനിയിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ശരിയായില്ലേ? പിന്നെ ആമി 6th സെൻസ് ഉള്ള ആളല്ലേ അപ്പു ചേച്ചി. വെറുതെ കളിയാക്കൊന്നും വേണ്ട. സോനാലിയിൽ നിന്ന് ഇൻസൾട്ട് ചെയ്തൊന്നും പറഞ്ഞേ കരഞ്ഞോണ്ട് വന്നപ്പോ ഈ പറയുന്ന ആൾക്കെ ഒരു സെൻസും ഉണ്ടായിരുന്നില്ലെന്ന കാര്യം ആരും മറക്കണ്ട. അപ്പോഴും ഇപ്പോഴും എന്റെ ബാക്ക് ബോൺ ആമി. മുനു, നമുക്കിതിലെ 1-2 ചെറിയ കറക്ഷനോട് വരുത്തിയ കുറച്ചുകൂടെ സൂപ്പർ ആവും. ഷുവർ. എന്ത് കറക്ഷനാ വേണ്ടത്? ഈ ഫ്രണ്ടിലുള്ള ഫ്രിൽസ് കണ്ടോ, അത് നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടെ ബോഡിയിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കും. പിന്നെ ഈ ഷോൾഡർ ഡിസൈൻ അത് കുറച്ച് താഴത്തേക്ക് വരണം. അത്രയുള്ളോ? അത് ഞാൻ വരച്ചോണ്ട് വരാം. നാളെ പോരെ? എന്തിനാ നാളത്തേക്ക് മാറ്റുന്നേ? ഇന്ന് തന്നെ ചെയ്തൂടെ? എന്ന് ഞാൻ ടേബിളിൽ ചെന്ന് കറക്റ്റ് ചെയ്തോണ്ട് വരാം. നോ 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 നോ, ഈ നിസാര കാര്യത്തിനോ? ദേ, ഈ പെൻസിൽ പിടിച്ചേ, ഇവിടെ ഇരുന്ന് കറക്റ്റ് ചെയ്തേ. ഇതൊരു മൈനർ കറക്ഷൻ അല്ലേ, അതിനെന്തിനാ ടേബിളിലേക്ക് പോകുന്നേ? കമോൺ, ചെയ്. മുനു, AC തണുപ്പ് കുറവുണ്ടോ? കൂട്ടിയിരുന്നോ? വേണ്ട, കുഴപ്പമില്ല. നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. എന്താ, താൻ വരച്ചതല്ലേ ഇത്? അതെ, ഇത് ഞാൻ വരച്ചതാ. പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താ? വേറെ പേപ്പർ വേണോ? സോണി ഒരു പേപ്പർ കൊടുത്തു. വേണ്ട.
സമയം കളയാതെ കറക്റ്റ് ചെയ്യ്. ഞാൻ കറക്റ്റ് ചെയ്തോണ്ട് വരാം. ഇരിക്ക്. എന്താ പ്രശ്നം? വാട്ട്സ് റോങ് വിത്ത് യു? ലെറ്റ്സ് ഫിനിഷ്. സോറി, ഇത് ഞാൻ വരച്ചതല്ല. പിന്നെ ആര് വരച്ച? ഇത് ഇവിടുന്ന് പറഞ്ഞോട്ട് അപർണയില്ലേ, അവള് വരച്ചതാ. അത് പറയാൻ നിനക്ക് ഇത്രയും സമയം വേണ്ടി വന്നോ? ഒറ്റ നോട്ടത്തിൽ അതെനിക്ക് മനസ്സിലായല്ലോ. ഇടി ടാലന്റ് ഇൻബോൺ ആയിട്ട് കിട്ടേണ്ട. എന്തുകൊണ്ടാണ് നിനക്ക് ആ കഴിവ് കിട്ടാത്തതെന്ന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ബാക്കിയും കൂടെ എന്നെ കണ്ട് പറയിപ്പിക്കാതെ എഴുന്നേറ്റ് പൊടി. ഔട്ട്. ഇത് അപർണ മുരളിയുടെ ഡിസൈൻ തന്നെയാണോ? അതെ സർ, ആ കുട്ടി ടേബിളിൽ വെച്ച് മറന്നുപോയതാ. അപർണ തന്നെയാണ് ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. പക്ഷെ നമ്മൾ അവളെ ഒഴിവാക്കി. സർ, ഞാൻ അപർണയെ ഒന്ന് കോൾ ചെയ്യട്ടെ? നോ. സർ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെക്കാൾ കൂടുതൽ ആവശ്യം നമുക്കാണ്. സോറി, അത് വേണ്ട. നമ്മൾ ഒരിക്കൽ റിജക്ട് ചെയ്തു. നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നമ്മളായിട്ട് തന്നെ എന്തിനാ കളയുന്നേ? നമ്മുടെ കുട്ടികൾ ട്രൈ ചെയ്യല്ലേ, അവര് റിസൾട്ട് തരട്ടെ. പക്ഷേ സർ, നമുക്ക് സമയം തീരെയില്ല. വിത്തിൻ ഡേയ്സ് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. എല്ലാ കമ്പനികളുടെയും എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. അഡ്വാൻസും അക്കൗണ്ടിലേക്ക് വന്നു. പ്രോപ്പർ ടൈമിൽ ഡെലിവർ ചെയ്യണ്ടേ സർ? ശരി, അവരുടെ ഡിസൈൻ വരട്ടെ, നമുക്ക് നോക്കാം. ചെല്ല്. ഓക്കെ. അതെ, എന്താ സംഭവം? അതെ, അപർണയുടെ ഡിസൈൻ MD കൊണ്ട് കാണിച്ചു. അപർണയുടെയോ? നല്ല കാര്യമുണ്ടായിരുന്നു. വെറുതെ. ആദ്യം കുട്ടി വരട്ടെ, എന്നിട്ട് നോക്കാം. അല്ല, പറഞ്ഞു വിടാം. ഓക്കെ സാറേ. സർ, ഇപ്പോഴും വേറെ ഏതോ കോളിലാണ്. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യും. ഓഫീസ് അഡ്രസ് ഒക്കെ എനിക്കറിയാം സർ. ഓ, നോർത്തില്. ആ, ഓക്കെ. സാറ് അക്കോമഡേഷന്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. എറണാകുളത്ത് ഓഫീസിൽ നിന്നാണ് വിളിച്ചേ? ആണാമി, എല്ലാം ഓക്കെയാ. ചീഫ് ഡിസൈനറായിട്ടാ ഞാൻ പോകുന്നത്. സാലറി സ്കെയിലും നല്ലതാ, പിന്നെ അക്കോമഡേഷൻ നല്ലത് നോക്കണം. അത് ഞാൻ ചെന്നിട്ട് നോക്കാം. ഹലോ. ഹലോ, അപർണ മുരളി അല്ലേ? അതെ, ആരാ? ഐ ആം സോണി ഫ്രം സൊനാലി ഫാബ്സ്. സൊണാലിന്നോ? എന്താ കാര്യം? ഒന്ന് സംസാരിക്കണമായിരുന്നു. ഓ ഓ നിങ്ങളുടെ MD പുതിയ വല്ല ഇൻസ്ട്രക്ഷന് തന്നിട്ടുണ്ടാവും അല്ലേ? അതാണല്ലോ അയാളുടെ പ്രധാന ഹോബി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അടിമകള് പണിയും തുടങ്ങും. കൊള്ളാം. ഏതായാലും നല്ല രസമുണ്ട്. ഇതിനിടയ്ക്കൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളൊക്കെ രാവിലെ ഇയാളുടെ ആട്ടും തുപ്പും കൊള്ളാനായിട്ട് വരുമ്പോ അഭിമാനവും പേഴ്സണാലിറ്റിയും ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണോ വരുന്നേ? എല്ലാം ഒരുമാതിരി പാവകളെ പോലെ ഒരു വികാരം ഇല്ലാതെ മരവിച്ചിങ്ങനെ നിക്കുക. അത് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഒന്നും തോന്നല്ലേ? മാഡം, അത് എന്റെ അടിമ കുഞ്ഞെ, താനിപ്പൊ എന്നെ വിളിച്ചതേ എന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ലെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. കാരണം
അത് നഷ്ടപ്പെടാൻ ഞാൻ നിങ്ങളുടെ സൊനാലിയിലല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ആ വളരെ മാന്യനായ ബോസ് ഉണ്ടല്ലോ, ആ മഹാൻ എന്നെ വിളിച്ച് എന്തോ പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാ. അങ്ങേര് മൊഴിയുന്ന മണ്ടത്തരങ്ങളും അഹങ്കാരവും അനുസരിക്കാനാ നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതിയും കമ്പനി വക കൊള്ളിച്ചിട്ടുള്ളത്. അതറിയാവുന്നതുകൊണ്ട് മാത്രം നിങ്ങളിപ്പോ എന്നെ വിളിച്ചു. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ എന്റെ ഭാഷയുടെ ശൈലിയും വാക്കുകളും ഇതൊന്നും ആയിരിക്കില്ല. ഞാൻ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഒന്നും ഇല്ലാത്ത ആളല്ലേ. അതുകൊണ്ട് സോറി കുട്ടി. നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ എനിക്ക് നേരവും ഇല്ല, താല്പര്യവും ഇല്ല. ഇനി മേലാൽ സൊണാലിന്നാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. അപർണ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞങ്ങളുടെ MD സാറ് നിങ്ങളെ കമ്പനിയിൽ റീജോയിൻ ചെയ്യാൻ പറഞ്ഞു. അത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്താ നിങ്ങൾ എന്താ പറഞ്ഞേ? കേട്ടില്ല. എന്താ? എന്നെ നിങ്ങളുടെ കമ്പനിയിൽ റീജോയിൻ ചെയ്യാൻ പറഞ്ഞെന്നോ? അയാൾക്കെന്താ ഭ്രാന്താണോ? തോന്നുമ്പോ വിളിച്ച് ജോലി തരാ, സീറ്റിൽ വന്നിരിക്കും മുമ്പേ പറഞ്ഞു വിടാ, നമ്മള് വീട്ടിലെത്തും മുമ്പേ വീണ്ടും തിരിച്ചു വിളിക്ക. ആക്ച്വലി ആ ചങ്ങായിക്ക് എന്താണ് പ്രോബ്ലം? 2 പീരി ലൂസാണോ, അതോ വല്ല കഞ്ചാവോ ആണോ? അല്ല, ഇനിയിപ്പോ നോർമൽ ആണെങ്കിൽ തന്നെ അയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അയാളുടെ കളിപ്പാവയാണെന്നോ? അങ്ങനെ വല്ല ധാരണയുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കാൻ പറ്റും. സോറി മാഡം, എക്സ്ട്രീംലി സോറി. സൊണാലിക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് പറ്റിപ്പോയതാ. അത് ശരി, ആൾക്കാരെ വിളിച്ചു വരുത്തി കളിയാക്കുക, എന്നിട്ട് അതിന് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് സോറി പറയാ. ഇതാണോ സൊണാലിക്കാരുടെ സംസ്കാരം? നിങ്ങളുടെ ഈ ബോസ് ഉണ്ടല്ലോ, എന്നോടൊന്ന് സംസാരിക്കാനുള്ള മിനിമം മാന്യതയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഞാൻ അംഗീകരിച്ചേനെ. അയാളോട് ചെന്ന് പറഞ്ഞേക്ക്, ഈ അപർണയ്ക്ക് അയാളുടെ കമ്പനിയിൽ ജോലി വേണ്ടെന്ന്. കാരണം സൊനാലിയെക്കാളും മാന്യമായ ഒരു കമ്പനിയിൽ എനിക്ക് വേറെ ജോലി കിട്ടി. ഇനിയിപ്പൊ അത് കിട്ടിയില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ കമ്പനിയിലെ ഒരു ജോലിയും ഒരു സഹായവും എനിക്ക്. ഈ അപർണ മുരളി, അതായത് നമ്മുടെ കൊച്ച്, അവള് നിസാരക്കാരിയൊന്നുമല്ല. അവളുടെ ഡിസൈൻ കണ്ടേ അവന്മാരന്തം വിട്ടിരിക്കുക. ആര് കണ്ടാലും അവളെ കൊത്തിക്കൊണ്ടുപോകും. അവള് സൊനാലിയിൽ നാളെ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നതേ വലിയൊരു ഓഫറാ. നടക്കൂല മധുവേട്ടാ, അതിനേക്കാൾ വലിയ ഓഫറായിട്ട് അവള് നടക്കുന്നത്. ആമയാണെ കട്ട സപ്പോർട്ട്. പിന്നെ നമ്മൾ എന്തോ ചെയ്യും? അത് നടക്കത്തില്ല, അത് നടക്കില്ല പ്രഭേ. ഞാനേ അതിന് സമ്മതിക്കില്ല. ഈ ബിസിനസ് ഓഫർ നമ്മൾ കാലങ്ങളായി കാത്തിരുന്നതാ. ഞാനത് വിട്ടുകൊടുക്കില്ല. നീയേ ആമിയെ വിളിക്ക്. എന്റെ മധുവേട്ട, നിങ്ങൾ പറഞ്ഞ അവരതിന് എന്തെങ്കിലും കേൾക്കും? അതിന് കേൾക്കും പ്രഭേ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ആമിയോടെ? അവളുടെ മുറിയിലുണ്ട്. ചെന്ന് വിളിക്കേ. രാവിലെ വിളിക്കാം, മധുട്ടം കഴിക്കുക. രാവിലെ അവളങ്ങ് പോകത്തില്ലയോ? പതുക്കെ പറ. ഇപ്പൊ തീരുമാനിക്കണം. ചെല്ല്, ചെന്ന് വിളിക്കേ. ചെല്ല്.
കൊച്ചനാണ് ഇപ്പൊ നിർബന്ധം ഞാൻ സൊനാലി തന്നെ പോയി ജോലി ചെയ്യണമെന്ന്. അയ്യോ എന്റെ പൊന്നെ, കൊച്ചച്ഛന് ഒരു നിർബന്ധവും ഇല്ലേ. ഉള്ള ബിസിനസ് കല്ലിട്ട് മൂടരുതെന്നേ കൊച്ചച്ഛൻ പറഞ്ഞുള്ളൂ. ഞാൻ സംസാരിക്കാം കൊച്ചനോട്. വേണ്ട മോളെ, നീ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞോളാം മധുവേട്ടനോട്. ദേ കൊച്ചേ, എടുത്ത് വെച്ച് അങ്ങോട്ട്. കുറെ നേരമായി ഒരു കാര്യം പറയുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതേ, മധുവേട്ടൻ പറയുന്നത് ഇത് വലിയൊരു ഓഫറാന്ന. നമ്മുടെ ബിസിനസ് എന്തുവാ, 4 നൂലും ബട്ടൺസും ആന്നേ. ആകെയുള്ളതൊരു ഫ്രാഞ്ചൈസി. പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് ഉണ്ട് വല്ലതും അറിയാവോ മോക്ക്? കേരളത്തിൽ തന്നെ 10-60 ഷോപ്പിൽ നമ്മുടെ സാധനങ്ങൾ വിറ്റോണ്ടിരുന്നതാ. നല്ല ഡിമാൻഡും ഉണ്ടായിരുന്നു. ഇപ്പൊ കച്ചവടം പകുതിയായേ. ഇപ്പൊ ഈ സൊണാലിക്കാര് നമ്മുടെ പ്രോഡക്റ്റ് നേരിട്ടല്ലെങ്കിലും മറ്റ് ഷോപ്പുകളിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെയെങ്കിലും നിന്ന് പോകുന്നത്. നീ ഇവിടെ നോക്കിക്കേ, അവര് നാളെ അങ്ങ് തീരുമാനിക്കുക കൽത്തോട്ടത്തിക്കാരുടെ നൂലും ബട്ടൺസ് ഇനി വേണ്ടാന്ന്. അപ്പോഴേ ഇതങ്ങോട്ട് നമ്മളങ്ങ് ഷട്ടർ അങ്ങ് ഇടേണ്ടി വരും. അത്രേ ഉള്ളൂ. വേറെ വരുമാനം വല്ലതും ഉണ്ടോ? ഉണ്ടോ പറ. 2 തന്തമാരും കൂടി ഉണ്ടാക്കി വെച്ച ബാധ്യത, ആർക്കും വേണ്ടാത്ത കുറെ കല്ലും മണ്ണും. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഫിക്സഡ് ഡെപ്പോസിന്റെ പലിശ കൊണ്ട് എത്ര നാൾ ജീവിക്കാന്നാ മോള് വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ അതെ അതിന്റെ പുറകെ വേറൊരുത്തിനുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ബാധ്യത. കോടതി കയറേണ്ട അവസ്ഥയാ. അപ്പോഴേ സൊനാലിക്കാർ ഇങ്ങനെ ഒരു അവസരം ഇങ്ങോട്ട് വിളിച്ചു തരുമ്പോ അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ നീ എന്തുമാത്രം അഹങ്കാരി ആയിരിക്കും. മോളെ, അത് എത്ര വലിയ കോർപ്പറേറ്റ് ആയാലും മിനിമം മര്യാദ ഒരു പെണ്ണിനോട് കാണിക്കണം. ഞാൻ ആ ഓഫീസിൽ ഒന്നല്ല, പല തവണ കയറി മാനം കെട്ടവളാ. ഇനി ആ സ്ഥാപനത്തിന്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവളാ. ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഇനി ഞാൻ അവരുടെ അടിമപ്പണിക്ക് പോവില്ല. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ നീ പോകുന്നത് എങ്ങോട്ടാ? ഈ സൊനാലിയേക്കാൾ അന്തസ്സുള്ള സ്ഥാപനത്തിലേക്ക് തന്നെയാ ഞാൻ ജോലിക്ക് പോകുന്നത്. അവിടെ ജോയിൻ ചെയ്യാൻ സൊനാലിക്കാര് സമ്മതിച്ചില്ലെങ്കിലോ? അലീഷ ഫാഷൻസ് നിയന്ത്രിക്കുന്നത് സൊനാലിയിലെ MD ഒന്നും അല്ലല്ലോ. അതെ, നിയന്ത്രിക്കുന്നത് അവര് തന്നെ. നോക്കേ, അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ ഫാഷൻ വേൾഡിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. നീ സൊനാലിയിലെ ജോലി നിഷേധിച്ചതും അലീഷയിൽ പോയി ജോയിൻ ചെയ്തതും ഒരു ഇഷ്യൂ ആയിട്ട് കമ്പനികൾ എടുത്തിട്ടുണ്ട്. സൊനാലിയിലല്ലാതെ ഇന്ത്യയിൽ ഒരു കമ്പനിയിലും പോയി വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് അവർ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് വാൺ ചെയ്തിരിക്കുക. എന്റെ മോളെ, അവർക്കതിനുള്ള സ്വാധീനമുണ്ട്. ഇപ്പോഴും വിളിച്ചു പറഞ്ഞു സൊനാലിയിലെ GM. നീ അലീഷയിൽ കയറുമ്പോഴേ അവർ അപ്പോയിന്റ്മെന്റ് പേപ്പർ അല്ല അടിച്ചു വെച്ചിരിക്കുന്നത്, ടെർമിനേഷൻ പേപ്പറാ. ഒരു സ്ഥാപനത്തിലും കയറാതിരിക്കാനുള്ള ടെർമിനേഷൻ പേപ്പർ. പേടിക്കണം മോളെ. ഈ സൊനാലിയെ വെറുപ്പിച്ചിട്ട് ഇവൾക്ക് ഒരു സ്ഥാപനത്തിലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മിടുക്കരാണോ സൊണാലി? എന്ന് എനിക്കതൊന്ന് കാണണല്ലോ. കൊച്ചച്ച, ഞാൻ പഠിച്ചതേ ഫാഷൻ ഡിസൈനിങ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചു തന്നെയാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതും ഗോൾഡ് മെഡൽ വിന്നർ ആയതും. കൊച്ചൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു സ്ഥാപനത്തിലും വർക്ക് ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് അനുവാദം ഇല്ലെങ്കിൽ ഏതറ്റം വരെയും ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ആമി, ഞാൻ ഇറങ്ങുക. മോണിക്ക, നീ വാ.
നമുക്കേ കണിയാരെ ഒന്ന് കണ്ടാലോ? എന്തിന്? ജാതകത്തിൽ എഴുതിയതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നിന്നങ്ങ് അനുഭവിച്ചാ മതി. എന്റെ തലവര ഇനി ഞാൻ തന്നെ വരയ്ക്കുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ കടിക്കുന്ന പട്ടിയുടെ വായിക്കൊണ്ട് കൈവയ്ക്കാനായിട്ട്. എടി, അപർണ കൈ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കടി കൊള്ളാനൊന്നും അല്ല, കടിക്കുന്നവന്റെ പല്ല് പറിച്ചെടുക്കാനാ. അയാളുടെ ഭാവം എന്താ? കിങ് ആണെന്നോ അത് ഡോൺ ആണെന്നോ? എടി, അയാൾ ആരേലും ആയിക്കോട്ടെ, നിനക്കെന്താ? എന്നാലും അങ്ങനെ അല്ല. അവന്റെ ഭീഷണിയും കേട്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പ്രതികരിക്കാതിരുന്നാൽ അയാൾ ഇനി അലീഷയെ വിളിച്ച് നമ്മുടെ കാര്യം ബ്ലോക്ക് ചെയ്താൽ അത് അതിലും വലിയ പ്രശ്നമാവും. നീ ചെന്ന് വഴക്കിട്ട ദേഷ്യത്തിന് അയാൾ അങ്ങനെ ചെയ്ത നീ എന്ത് ചെയ്യും? അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞെന്നുള്ള സമാധാനെങ്കിലും ഉണ്ടാവുമല്ലോ. ചേട്ടാ, അവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ മതിയെ, സൊനാലിയുടെ ഓഫീസിലേക്ക്. എടി, ട്രെയിനിന്റെ സമയമാവുന്നു. അവിടെ ജോയിൻ ചെയ്യണ്ട നിനക്ക്? 10:40 ട്രെയിൻ. ഞാൻ അന്വേഷിച്ചപ്പോ 15 മിനിറ്റ് ലേറ്റുവാ. നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ അത് എന്റെ കരിയറിനെ കൂടെ ബാധിക്കും അപ്പു. എടി, നീ ആരെയാ ഈ പേടിക്കുന്നെ? നീ ഒരു പ്രൊഫഷണൽ മോഡലാ. നമ്മുടെ ജോലി തെറിപ്പിക്കാൻ നോക്കിയാ നമ്മൾ വെറുതെ ഇരിക്കോ?